നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ല പോലെ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം ഇതങ്ങോട്ട് പ്രയോഗിക്കാൻ. എനിക്കൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ചീറ്റുമെന്ന്. ആന്റി എന്ത് പറയുന്നു? ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നോ അതോ വീട് വിട്ടിറങ്ങുന്നോ? ഇങ്ങനെ ചെയ്താ എത്രമാത്രം ഫലം ഉണ്ടാവുമെന്ന് ഒരുറപ്പൊന്നുമില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. കുറച്ച് കാശറിയാതെ ഈ കേസിൽ രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. പോലീസിന്റെ നിലവിലെ നിലപാടനുസരിച്ച് നോക്കിയാൽ കുറ്റപത്രം ഒരു കാരണവശാലും നന്ദിതയ്ക്ക് അനുകൂലമായി അവർ തയ്യാറാക്കില്ല. കാരണം നന്ദിത മാത്രമേ ഒരു പ്രതിയായിട്ട് അവരുടെ കയ്യിലുള്ളൂ. വേറെ ഒരു പ്രതിയോ തുമ്പോ തെളിവോ ഒന്നും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോ അവർ ഒറ്റപ്രതിയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അതാ കാര്യം. ഈ കേസിന്റെ ചീഫ് ഇൻചാർജായ ACP സക്രിയ തന്നെ നേരിട്ട് ഇടപെട്ടാൽ കേസിന്റെ ഘടനയ്ക്ക് തന്നെ മാറ്റം ഉണ്ടാവും. അല്ലാതെ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവന്മാര് കേസന്വേഷണം നടത്തിയാൽ അതിന്റെ സ്ഥിതി ഇതുപോലൊക്കെ വരും. സാറ് പറഞ്ഞതുപോലെ പണം കൊടുത്ത് സ്വാധീനിക്കുന്ന കാര്യം ഇപ്പൊ ആലോചിക്കണോ സർ? വേണം. എന്താ അത് ബുദ്ധിമുട്ടാണോ? ഇപ്പൊ അല്പം ബുദ്ധിമുട്ടാണ് സർ. അതിന് ശരണ്യ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഡിസൈൻ കമ്പനിയിൽ നിന്നും കോൺട്രാക്ട് പ്രകാരം കിട്ടിയ തുക നന്ദിതയുടെ അക്കൗണ്ടിൽ കാണുമല്ലോ. അതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കൊരു ഗെയിം കളിച്ചു നോക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശരണ്യയുടെ അമ്മയുടെ കാര്യമായിട്ട് മാത്രമാണ് ഇങ്ങനൊരു കാർഡ് കളിച്ചു നോക്കാമെന്ന് കരുതുന്നത്. ഒരു പ്രശ്നമുണ്ട് സർ. എന്ത് പ്രശ്നം? ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ATM-ൽ ഒന്ന് കയറിയായിരുന്നു.